വരവേൽപ്പ് ശരിക്കും ശ്രീനിച്ചേട്ടന്റെ ജീവിതത്തിൽ ഏടാണെന്ന് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അച്ഛൻ നടത്തിയ വിനാശകാല വ്യവസായ ബുദ്ധി എന്ന് പറയുന്ന ഒരു ബസ് വാങ്ങിക്കുകയും അത് പിന്നീട് ജപ്തിയാവുകയും വീട് ജപ്തിയിലേക്ക് പോവുകയും ചെയ്യാണ്. അതുവരെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അച്ഛൻ വന്നിട്ട് ഈ വീട് ജപ്തി ചെയ്ത് എടുത്ത വ്യക്തിയോട് അച്ഛൻ ഒരിക്കൽ പറഞ്ഞു അത്രേ, ഈ വീട് എന്റെ മക്കൾ എപ്പോഴെങ്കിലും ചോദിക്കുകയാണെങ്കിലേ തിരിച്ചെടുക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ അവർക്ക് കൊടുക്കണം കേട്ടോ എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത്രേ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശ്രീനിച്ചേട്ടൻ അന്വേഷിച്ച ഒരാൾ അദ്ദേഹത്തിന്റെ തലശ്ശേരി പാട്യത്തെ വീട്ടിലാണെന്ന് തോന്നുന്നു. അവിടെ ചെല്ലുകയും ശ്രീനിച്ചേട്ടനെ കാണുന്ന പലവട്ടം പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ബ്രദർ എന്നിട്ട് ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരിക്കൽ ഞാൻ ശ്രീനിവാസനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ ശ്രീനിച്ചേട്ടൻ ഉള്ളപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ വീട് നിങ്ങളുടെ ഈ ജപ്തി ചെയ്ത വീട് ഞാനാണ് എടുത്തിരിക്കുന്നത്, ഈ വീട് എപ്പോഴെങ്കിലും വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതെൻ്റെ മക്കളോട് ചോദിച്ചിട്ട് വേണമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാനത് സമ്മതിച്ചിട്ടുമുണ്ട്, അത് ചോദിക്കാൻ വന്നതാണ്, ഞാനിപ്പോൾ വേറെ നാട്ടിലേക്ക് മാറുകയാണ്, അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. ശ്രീനിച്ചേട്ടൻ പറഞ്ഞു തീർച്ചയായും എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് വിലയൊന്നും അവർ പറയുകയൊന്നും ചെയ്തില്ല, എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ സഹോദരനോട് പറഞ്ഞു അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെയാണ് ശ്രീനിച്ചേട്ടൻ അറിയുന്നത് അന്ന് ബാങ്കിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപയ്ക്കാണോ ആ വീട് ജപ്തി ചെയ്തപ്പോ കിട്ടിയത് ആ വിലയ്ക്ക് തന്നെയാണ് ഇത്രയും വർഷത്തിന് ശേഷം അത് തിരിച്ച് എഴുതി കൊടുത്തത്.